നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ആറ്റപ്പള്ളി പാലത്തിന്റെയും മാഞ്ഞാങ്കുഴി പാലത്തിന്റെയും ഷട്ടറുകളിൽ വന്നടിഞ്ഞ മരവും മാലിന്യങ്ങളും നീക്കം ചെയ്തു. ഗ്രീൻ പ്രോട്ടോകോൾ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ADM T മുരളിയുടെ അധ്യക്ഷതയിൽ സ്വാതന്ത്ര്യദിനാഘോഷം മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. കനത്ത മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. പഞ്ചായത്തിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. നെടുമ്പാൾ തീരദേശം, ജൂബിലി നഗർ, തൊട്ടിപ്പാൾ, മാടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. 6 പേരെ തൊട്ടിപ്പാൾ KS UP സ്കൂളിലെ ക്യാമ്പിലേക്കും 9 പേരെ പന്തലൂർ ജനതാ UP സ്കൂളിലെ ക്യാമ്പിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. മഴ ശക്തമായാൽ കൂടുതൽ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പറഞ്ഞു. പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളക്കെട്ട് നേരിടുന്നത്. നന്ദിക്കര സ്കൂൾ, പോങ്കോത്ര സ്കൂൾ എന്നിവിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയതായും അധികൃതർ അറിയിച്ചു. ഇരിഞ്ഞാലക്കുട തഹസീൽദാർ C നാരായണൻ, ഡെപ്യൂട്ടി തഹസീൽദാർ MV വേണുഗോപാൽ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, തൊട്ടിപ്പാൾ വില്ലേജ് ഓഫീസർ പ്രീതി സതീശൻ എന്നിവരും വെള്ളപ്പൊക്ക പ്രദേശങ്ങളും ക്യാമ്പും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആറ്റപ്പള്ളി പാലത്തിന്റെയും മാഞ്ഞാങ്കുഴി പാലത്തിന്റെയും ഷട്ടറുകളിൽ വന്നടിഞ്ഞ മരവും മാലിന്യങ്ങളും നീക്കം ചെയ്തു. ക്രെയിൻ ഉപയോഗിച്ചാണ് മാലിന്യം നീക്കിയത്. മാലിന്യം വന്നടിഞ്ഞ് കുറുമാലിപ്പുഴയിൽ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലായിരുന്നു. പുഴയിൽ വീണ മരമാണ് ഒഴുകിയെത്തി ഷട്ടറിന്റെ തൂണുകളിൽ തടഞ്ഞത്. മരം തടഞ്ഞു നിന്നതോടെ ഒഴുകിയെത്തിയ മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ നിലയിലാണ്. പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഷട്ടറിൽ മാലിന്യം വന്നടിയുന്നതുമൂലം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയേറെയാണ്. 2 റെഗുലേറ്ററിന്റെയും എല്ലാ ഷട്ടറുകളും ഉയർത്തിയാണ് നിലവിൽ വെള്ളം തുറന്നുവിടുന്നത്. മലയോര പ്രദേശങ്ങളിലും പുഴയോരത്തുമുള്ള മരങ്ങൾ പുഴയിലേക്ക് മറിഞ്ഞു വീണാണ് ഷട്ടറുകളിൽ ഒഴുകിയെത്തുന്നത്. പുഴയിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ വീണ്ടും ഷട്ടറുകളിൽ തടയുന്ന സാഹചര്യമാണുള്ളത്. ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി തേക്കിൻകാട് മൈതാനത്ത് വിദ്യാർത്ഥി കോർണറിൽ നടക്കും. ADM T മുരളിയുടെ അധ്യക്ഷതയിൽ സ്വാതന്ത്ര്യദിനാഘോഷം മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. പരേഡ് പരിശീലനം ഓഗസ്റ്റ് 8, 9, 11, 12 തീയതികളിൽ നടത്താൻ തീരുമാനമായി. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ്, NCC തുടങ്ങി വിവിധ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരക്കും. പരിശീലന സമയത്തും സ്വാതന്ത്ര്യദിനത്തിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സഹായം ഉറപ്പാക്കും. പരേഡിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തും. ഭരണസിരാകേന്ദ്രമായ സിവിൽ സ്റ്റേഷനിലും മറ്റു ഓഫീസുകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കും. പരിപാടിയുടെ നടത്തിപ്പിന് ADM നോഡൽ ഓഫീസറായി സബ് കമ്മിറ്റി രൂപീകരിച്ചു. കളക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഗ്രീൻ പ്രോട്ടോകോൾ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളിൽ സർക്കാർ ഓഫീസുകളിൽ ഡിസ്പോസിബിൾ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. 2025 മാർച്ച് 31-നകം സംസ്ഥാനം മാലിന്യമുക്തമാക്കുവാൻ സംസ്ഥാന സർക്കാരിനൊപ്പം എല്ലാ സ്ഥാപനങ്ങളും പങ്കാളികളാകണം. സർക്കാർ ഓഫീസുകളുടെയും ക്വാർട്ടേഴ്സുകളുടെയും പരിസരവും മാലിന്യമുക്തമായില്ലെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സംസ്ഥാനത്തെ എല്ലാ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുന്ന ഹരിത കേരളം മിഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ ആസൂത്രണ ഭവൻ ഹാളിൽ നടന്ന ജില്ലാതല ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഓഫീസുകളിൽ നിന്നും കൃത്യമായി ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകിക്കൊണ്ട് അജൈവ പാഴ്വസ്തുക്കൾ കൈമാറണമെന്നും ഓഫീസുകൾ എല്ലാ മാസവും ഡ്രൈ ഡേ ആചരിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. എന്താണ് ഗ്രീൻ പ്രോട്ടോകോൾ? സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എന്തൊക്കെ? സർക്കാർ ഓഫീസുകൾ എങ്ങനെ മാലിന്യമുക്തമാക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ C ദിദിക ക്ലാസ് നയിച്ചു. 2024 ഡിസംബർ 31-നകം
ജില്ലയിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. എല്ലാ സർക്കാർ വകുപ്പുകളിൽ നിന്നുമുള്ള ജില്ലാതല ഉദ്യോഗസ്ഥർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ PG സുഗതൻ നന്ദി പറഞ്ഞു. കൊളത്തൂർ NSS കരയോഗം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടത്തിവരാറുള്ള രാമായണ പാരായണം ആരംഭിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് ദുർഗാമ്മയുടെ നേതൃത്വത്തിൽ നടന്ന പാരായണത്തിൽ താലൂക്ക് പ്രതിനിധി ബിന്ദു G മേനോൻ, സെക്രട്ടറി വിമല, ഗീത, ചന്ദ്രിക, ഗംഗാമണി തുടങ്ങിയവർ പങ്കെടുത്തു. NSS പ്രസിഡന്റ് രമേശൻ, സെക്രട്ടറി പ്രശാന്ത്, കമ്മിറ്റി അംഗങ്ങൾ നന്ദകുമാർ, പ്രവീൺ, ജയപ്രകാശ്, സവിത മേനോൻ, ശോഭ ഗൗരി തുടങ്ങിയവർ സംസാരിച്ചു. Krishna Krishna Hare Hare Shri Rama Bhadra Jaya Shri Rama Rama Rama. നവീകരണം പൂർത്തിയാക്കിയ കൊടകര ഗ്രാമപഞ്ചായത്തിലെ ബ്ലാച്ചിറ റോഡ് സഞ്ചാരത്തിനായി തുറന്നുകൊടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ പ്രനില ഗിരീശൻ, സജിനി സന്തോഷ്, ഷിനി ജയ്സൺ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എൽദോ സൈമൺ എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം പ്രസിഡന്റ് അശ്വതി ബിബിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഫോറസ്റ്റ്, പോലീസ്, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, KSCB, PWD, ആരോഗ്യവകുപ്പ്, വില്ലേജ് ഓഫീസർമാർ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നതിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും വേണ്ടിയും അടിയന്തര സഹായത്തിനായി വിവിധ വകുപ്പുകളുടെ കൺട്രോൾ റൂം തുറക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളും നൽകി. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ പുളിയിലപ്പാറയ്ക്കും സിദ്ധൻ പോക്കറ്റിനും ഇടയിൽ മുക്കുംപുഴ കോളനിക്ക് സമീപം വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കാറ്റിൽ 3 പോസ്റ്റുകൾ ഒടിഞ്ഞ് റോഡിന് കുറുകെ വീഴുകയും 4 പോസ്റ്റുകൾ ചെരിഞ്ഞ് വീഴാറായി നിൽക്കുകയുമാണ്. മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സും നിരവധി കാറുകളും വഴിയിൽ മണിക്കൂറുകൾ കുടുങ്ങി. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയിരുന്ന 2 KSRTC ബസ്, ഒരു സ്വകാര്യ ബസ്, 8ഓളം ലോറികൾ, കാറുകൾ എന്നീ വാഹനങ്ങളും വഴിയിൽ കുടുങ്ങി. KSCB, പോലീസ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി ഏകദേശം 10 മണിയോടുകൂടി വാഹന ഗതാഗതം ആരംഭിച്ചത്. കുറ്റിക്കാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിക്കും സ്വജന പക്ഷപാതത്തിനും കെടുകാര്യസ്ഥതയ്ക്കും എതിരെ കുറ്റിക്കാട് ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻപിൽ LDF പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ MLA BD ദേവസി ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി VM ടെൻസൻ അധ്യക്ഷത വഹിച്ചു. പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രദീപ് കുമാർ, ജനീഷ് P. ജോസ്, CG സിനി, ഡെന്നിസ് K. ആന്റണി എന്നിവർ സന്നിഹിതരായി. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നാളികേരം വെട്ടാതെ കൊടുക്കുന്ന നാളികേരത്തിന് പൂർണ്ണമായ വില കൊടുത്തിരുന്നു. ഇപ്പോൾ ഇവര് 10% കിഴിവിലാണ് നാളികേരം എടുക്കുന്നത്. ഇതാണ് ഇടതുപക്ഷവും, ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞത്, ഇടതുപക്ഷവും വലതുപക്ഷവും UDF തമ്മിലുള്ള വ്യത്യാസം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6875 രൂപ, പവന് 55,000 രൂപ. ശോഭയിൽ നിൻമുഖമാത്രം
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ആറ്റപ്പിള്ളി പാലത്തിന്റെയും മാഞ്ഞാങ്കുഴി പാലത്തിന്റെയും ഷട്ടറുകളിൽ വന്നടിഞ്ഞ മരവും മാലിന്യങ്ങളും നീക്കം ചെയ്തു. ഗ്രീൻ പ്രോട്ടോകോൾ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ADM ടി മുരളിയുടെ അധ്യക്ഷതയിൽ സ്വാതന്ത്ര്യദിനാഘോഷം മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.